മോനെ അപകടം ഉണ്ടായില്ലേ? എന്നാ അപകടം ഉണ്ടായത്? എനിക്കൊരു 21 വയസ്സുള്ളപ്പോഴുണ്ട്. മറ്റേ കൊലവല്ലി ബൈക്കാണോ ഓടിച്ചത്? അതന്നെയായിരുന്നു. എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്? ഞാൻ 120, 100 ആ റേഞ്ച് ആയിരിക്കും. അപകടം ഉണ്ടായത് ചോറ്റാനിക്കര വെച്ച്. എന്താ പേര് മോന്റെ? അബി. ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? എന്റെ കൈ ഒന്ന് തളർന്നു പോയി. കൈ തളർന്നു പോയി. ഏത് കൈ? ഇടത് കൈ. വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇനി? വണ്ടി ഓടിക്കാൻ പറ്റൂല, കൈ പൊങ്ങത്തില്ല. പിന്നെ വണ്ടി ഓടിക്കാനുള്ള ഇഷ്ടമുണ്ട്, ഞാൻ സ്കിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി ഓടിക്കും. പക്ഷേ ഇവിടെ തന്നെ ചെക്കിംഗ് വണ്ടി ഒന്നും ഓടിക്കാറില്ല. കുറഞ്ഞ വണ്ടി. നെവർ ഗീവ് അപ്പ്. സാറേ ഒരു കാര്യം ഞാൻ അന്ന് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. സാറേ ഒറ്റ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞ മാസം ഞാൻ കടയിൽ ചെന്നു. കടയിൽ ചെന്നിട്ട് എന്നെ അയാൾക്ക് അറിയത്തില്ല. ഹെൽമെറ്റ് ഒക്കെ വെച്ച് നോക്കി ടൈറ്റായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പം കടയിൽ നിൽക്കുന്ന ഈ സ്റ്റോപ്പ് കീപ്പർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, സാറേ ഇതിനകത്ത് ഹെൽമെറ്റ് ഇതിനകത്ത് മൊബൈൽ കയറത്തില്ലെന്ന്. അതായത് മൊബൈൽ കയറത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, മൊബൈൽ കയറത്തില്ല. അതായത് മൊബൈലുള്ള ഞാൻ രണ്ടൊരു ഉദാഹരണത്തിലൂടെ ചെറിയ രണ്ട് കാര്യം പറയാം. നമ്മളിവിടെ പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഒരു റൈഡർമാരുടെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മളിത് കൂടുതൽ ഇൻവോൾവ് ആവുന്ന സാധാരണക്കാരാണ്. ഞാൻ ഒരു 125cc ബൈക്ക് ഓടിക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അപ്പം ഞാൻ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. വേറെ രണ്ട് കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ സാറ് പറഞ്ഞു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ടെന്ന്. സംടൈംസ് ലോ ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പ്രാക്ടീസ് ആൻഡ് പ്രിസർവൻസ്, ഇറ്റ് ഈസ് ടു ബി എൻഫോഴ്സ്. അപ്പം നമുക്കൊരു ഡിറ്ററന്റ് എഫക്ട് കൊടുക്കാൻ പറ്റണം. ബോധവൽക്കരണ ക്യാമ്പുകൾ മാത്രം പോരാ. ഇത് രണ്ട് ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. റോഡ് അപകടങ്ങളിൽ നിന്ന് നടക്കുന്നത് മെയിൻ റോഡുകൾ, ഹൈവേകളിൽ മാത്രമല്ല, മറ്റ് ചെറിയ നാരോ റോഡുകളുണ്ട്. ഇപ്പൊ ആ അച്ഛൻ്റെ അമ്മയുടെ മകന് സംഭവിച്ച അപകടം ഒരു നാരോ റോഡിലാണ്. ഞാൻ വേറെ രണ്ട് ഉദാഹരണം പറയാം. ആ രണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ പാലാ തൊടുപുഴ റോഡിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്ത് എൻ്റെ കോളേജിൽ എത്തുന്നത്. തൊടുപുഴയാണ് കോളേജ്. അപ്പോൾ ഈ വഴി 1-2 നമ്മുടെ ക്യാമറകളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് പ്രവർത്തനരഹിതമായ രീതിയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഇതുണ്ടായ സമയത്ത് എത്ര സ്പീഡിൽ വന്നതാണെങ്കിലും അവിടെ എത്തുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യും, 60-ൽ താഴെ കൊണ്ടുവരും, ഫൈൻ അടയ്ക്കാൻ മടിയുണ്ട്. ഈ സാധനം ഇല്ലാത്തത് മൂലം പിന്നെ ഇത് വന്നു. അപ്പോൾ ഒരു ഡിറ്ററന്റ് എഫക്റ്റ് അവിടെ ഉണ്ടാകാതായി. ഈ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കോളേജിൻ്റെ വഴി, ആ വഴി മുത്താരംകുന്ന് റോഡാണ്. ഈ റോഡ് നല്ല കുണ്ടും കുഴിയും പിടിച്ച് കിടക്കുക. നമ്മൾ അധികൃതരെ അറിയിക്കാതിരുന്നില്ല. നമ്മുടെ കോളേജ് അധികൃതരെ വഴി നമ്മൾ അധികൃതരെ അറിയിച്ചു, പല രീതിയിൽ അറിയിച്ചു. ഈ റോഡ് ഇപ്പോഴും അറിയില്ല. ദിവസം ഒരു 3 പേരെല്ലാം അവിടെ സ്കിഡ് ചെയ്ത് വീഴുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ വീണിട്ടുണ്ട്. ആരും 60-50 കിലോമീറ്റർ പോലും ഓടിച്ചിട്ടല്ല, അതൊരു ഇറക്കുക. അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിറ്ററന്റ് എഫക്റ്റ് ആൾക്കാരിലായിട്ട് എത്തിക്കണം. അതായത് ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ വീഴാതിരിക്കും. ആരും റൈഡർമാരും ഇതുമായിട്ട് മാത്രമൊന്നും അല്ല വീഴുന്നത്. ആരും ഹൈവേ പോയി വണ്ടി ഇടിച്ച് വീഴുകയല്ല. ചെറിയ അപകടങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.